ആളുകൾ ഇന്ന് വലിയവരാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ആരും ഒന്നിലും തൃപ്തരല്ല. സൗന്ദര്യം എങ്ങനെ അത് വർദ്ധിപ്പിക്കാം? ഹെൽത്ത്, എന്ത് കഴിച്ചാൽ നല്ല ആരോഗ്യം? ഏതൊക്കെയാ പ്രോട്ടീൻ ഉള്ളത്? കാർബോ ഇല്ലാത്ത ഏതാ? ആളുകൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ എൻ്റെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ എൻ്റെ വെൽത്ത് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ എൻ്റെ ബ്യൂട്ടി ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ എനിക്ക് പ്രോമിനന്റ് ആകാം, എങ്ങനെ കൂടുതൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം. മനുഷ്യൻ ഇന്ന് ലോകത്ത് നോക്കുന്ന പല കാര്യങ്ങളും, ഒന്ന് പോപ്പുലാരിറ്റിയാ, രണ്ട് പ്രോസ്പിരിറ്റിയാ, മൂന്ന് പൊസിഷൻ ഓർ പവർ, പ്രിവിലേജസ്. ഇതൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുക. വിചാരിക്കുന്നത് മിറക്കിൾസ് ഉണ്ടെങ്കിലേ ആളുകൾ കൂടുവെന്ന്. മിറക്കിൾസ് വേണം. ഞാൻ ഇന്ന് ഇവിടെ ഇത് നടക്കണമെന്ന് പ്രാർത്ഥിച്ചവനാ. അത്ഭുതങ്ങൾക്ക് ഞാൻ എതിരല്ല, രോഗശാന്തിക്ക് ഞാൻ എതിരല്ല, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മുൻപിലുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല പോപ്പുലാരിറ്റിയുടെ അടിസ്ഥാനം. പ്രോസ്പിരിറ്റിയാണ് അടുത്തത്. എങ്ങനെ പണമുണ്ടാക്കാം? ആളുകളെ ഇന്ന് വിലയിരുത്തുന്നത് പ്രോസ്പിരിറ്റിക്ക്, പണത്തിനൊക്കെ ഭയങ്കര സ്വാധീനമുണ്ട്. ഇന്നത്തെ പ്രസംഗ പീഠങ്ങളൊക്കെ ശുശ്രൂഷയല്ല വിഷയം. പണമുണ്ടോ? അച്ഛൻ ഒരു പ്രധാന രാത്രി പ്രസംഗിക്കുക. ഒരു കാലത്ത് സംഘാടകർ ചിന്തിച്ചിരുന്നത് ഇന്നാളെ വിളിച്ച് പ്രസംഗിപ്പിച്ചാൽ ജനത്തിന് എന്ത് കിട്ടുമെന്നാ. ഇപ്പൊ സംഘാടകർ ചിന്തിക്കുന്നത് അയാളെ വിളിച്ച് പ്രസംഗിച്ചാൽ സംഘാടകർക്ക് എന്ത് കിട്ടും. സംഘാടകർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവർ നോക്കുന്ന അതേ ഉള്ളൂ. ജനം ആയിരക്കണക്കിന് വന്നിട്ട് ഒന്നും കിട്ടാതെ പോയാലും അവർക്ക് വേദനയില്ല, കാരണം അവർക്ക് കിട്ടേണ്ടത് കിട്ടി. നമ്മുടെ കണ്ണുകൾ തുറക്കണം, നമ്മൾ ഉണർത്തപ്പെടണം. പോപ്പുലാരിറ്റിക്കും പ്രോസ്പിരിറ്റിക്കും പവറിനും പൊസിഷനും ഒക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു ലോകത്തിൽ ദൈവത്തിന് ഇതൊന്നുമല്ല വലുത്. ദൈവത്തിന് വലുത് ആർ അവനെ ഉയർത്തുന്നോ അവനാണ് വലിയവൻ. ദൈവമേ, ഒരു ചെറിയ ആയുസ്സുള്ളെങ്കിലും അല്പം സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഐ വാണ്ടഡ് ടു ലിഫ്റ്റ് യുവർ ഹോളി നെയിം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്.